ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകർക്ക് കൈമാറും. 18,000 കോടി രൂപ 9 കോടിയിലധികം കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 1,500 രൂപയാക്കി ഉയർത്തുമെന്നും ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഭാ വിഷയങ്ങളിൽ കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭാ പ്രതിനിധികൾക്ക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിക്കുമെന്ന് മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. കേരളത്തിൽ ഇന്ന് 5,177 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4,801 പേർക്ക് രോഗമുക്തി. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണയിൽ നാളെ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത വിഹിതമായ 18,000 കോടി രൂപ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ചടങ്ങ്. രാജ്യത്തെ 9 കോടി കർഷക കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 6 സംസ്ഥാനങ്ങളിലെ കർഷകരുമായി ചടങ്ങിൽ പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയുടെ അനുഭവങ്ങൾ കർഷകർ പങ്കുവയ്ക്കും. സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം 100 ദിന പരിപാടിയുടെ ഭാഗമായി 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനുവരി 1 മുതൽ ക്ഷേമ പെൻഷനുകൾ 100 രൂപ വർദ്ധിപ്പിച്ച് 1,500 രൂപയാക്കും. സൌജന്യ പലവ്യഞ്ജന കിറ്റ് വിതരണം അടുത്ത 4 മാസം കൂടി തുടരും. 80 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 100 ദിവസത്തിനുള്ളിൽ 5,700 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യും. 4,300 കോടിയുടെ 644 പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പൂർത്തീകരിച്ച ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. രണ്ടാംഘട്ട 100 ദിന പരിപാടിയിലൂടെ 50,000 പേർക്ക് തൊഴിൽ നൽകും. 20 മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകളായി ഉയർത്തും. കെ ഫോൺ പദ്ധതി ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. രണ്ടാമത്തെ അനുബന്ധ കുറ്റപത്രമാണിത്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാനങ്ങളുടെ സംവരണ ക്രമം മാറ്റേണ്ടതില്ലെന്ന ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിനാൽ സംവരണ ക്രമം മാറ്റുന്നതിനായി ഇടപെടാൻ കഴിയില്ലെന്ന് ജസ്റ്റിസുമാരായ ഇന്ദിര ബാനർജിയും ഹേമന്ത് ഗുപ്തയും അടങ്ങുന്ന അവധിക്കാല ബെഞ്ച് വ്യക്തമാക്കി. സഭാ വിഷയങ്ങളിൽ കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭാ പ്രതിനിധികൾക്ക് ഈ മാസം അവസാനവും അടുത്ത മാസം ആദ്യവും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിക്കുമെന്ന് മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള. ഇക്കാര്യത്തിൽ ഇവർ ഉന്നയിച്ച പരാതികളും നിവേദനങ്ങളും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ ഇടപെടുന്നത് മതപരമോ രാഷ്ട്രീയ ലക്ഷ്യമോ മുൻനിർത്തിയല്ലെന്നും തനിക്ക് ലഭിച്ച നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. സ്നേഹത്തിന്റെ വെള്ളി വെളിച്ചവും സഹനത്തിന്റെ ശാന്തി മന്ത്രവുമായി ക്രിസ്തുമസ് വീണ്ടും വന്നെത്തി. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണയിൽ നാളെ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ഒരു റിപ്പോർട്ട്. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി വീണ്ടും ഒരു ക്രിസ്മസ് വന്നെത്തുകയാണ്. ലോകം ഇന്നോളം ദർശിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങളിൽ 2020 ക്രിസ്മസ് ചരിത്രത്തിന്റെ ഭാഗമാകും. കോവിഡ് മഹാമാരിക്കിടയിൽ ലോകത്തെല്ലായിടത്തും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മഞ്ഞ് പെയ്യുന്ന ഡിസംബറിൽ ക്രിസ്തുവിന്റെ വരവറിയിച്ച് വീട് വീടാന്തരം തിരുപ്പിറവിയുടെ സന്ദേശവുമായി എത്തുന്ന കരോൾ സംഘങ്ങൾ ഇത്തവണ വിരളമായിരുന്നു. എങ്കിലും നക്ഷത്രവിളക്കുകളും പുൽക്കൂടുകളും ഒരുക്കി സഹനത്തിന്റെ ശാന്തിമന്ത്രവുമായി എത്തുന്ന ക്രിസ്മസിനെ വരവേൽക്കാൻ വീടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി അനുസ്മരിക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളും ഒരുങ്ങി. ആരാധനാലയങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും ആരംഭിക്കും. ആയിരങ്ങൾ പങ്കെടുക്കുന്ന പാതിരാ കുർബാനകൾക്കും ചടങ്ങുകൾക്കും ഈ വർഷം ചുരുക്കം ചിലർ മാത്രം നേരിട്ട് സാക്ഷികളാകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ തത്സമയ ദൃശ്യങ്ങളിലൂടെയായിരിക്കും മഹാഭൂരിപക്ഷവും ചടങ്ങുകളിൽ പങ്കുകൊള്ളുക. കോവിഡ് മഹാമാരിയിൽ പെട്ടുഴലുന്ന ലോകത്തിന് സാന്ത്വനത്തിന്റെ കരസ്പർശമേകാൻ 2020 ക്രിസ്മസ് വേള ഉപകരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ ജനങ്ങൾക്ക് ഉപരാഷ്ട്രപതി ശ്രീ M വെങ്കയ്യ നായിഡു ക്രിസ്തുമസ് ആശംസകൾ നേർന്നു.
മനുഷ്യ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി യേശുക്രിസ്തു പഠിപ്പിച്ച അനുകമ്പയുടെയും ക്ഷമയുടെയും മൂല്യങ്ങളിൽ നമുക്കുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. യേശുദേവൻ പിറന്നതിന്റെ ആഘോഷമായ ക്രിസ്തുമസ് ഭൂമിയിൽ സമാധാനം എന്ന മഹത്തായ സന്ദേശമാണ് നൽകുന്നതെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് അദ്ദേഹം ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമത്തിനെതിരെ പ്രമേയം പാസാക്കുന്നതിന് ഡിസംബർ 31 നിയമസഭ വിളിക്കാൻ തീരുമാനം. ശുപാർശ ഗവർണർക്ക് അയക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് നേരത്തെ ഗവർണർ അനുമതി നിഷേധിച്ച സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ വീണ്ടും ശുപാർശ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ കാണപ്പെട്ട ഷിഗല്ല രോഗം വ്യാപനത്തിന്റെ ഘട്ടം എത്തിയിട്ടില്ലെന്ന് ഡിഎംഒ ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു. ഫറൂഖ് കല്ലമ്പാറ കഷായപ്പടിയിൽ കഴിഞ്ഞ ദിവസം കാണപ്പെട്ട ഷിഗല്ല രോഗാണുവിന് നേരത്തെ കാണപ്പെട്ട കോട്ടംപറമ്പിലേതുമായി ബന്ധമില്ലെന്ന് ജയശ്രീ അറിയിച്ചു. കേരളത്തിൽ ഇന്ന് 5177 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ. 4801 പേർ രോഗമുക്തി നേടി. തൃശൂർ 591, കൊല്ലം 555, എറണാകുളം 544, കോഴിക്കോട് 518, കോട്ടയം 498, മലപ്പുറം 482, പത്തനംതിട്ട 405, തിരുവനന്തപുരം 334, പാലക്കാട് 313, ആലപ്പുഴ 272, കണ്ണൂർ 263, വയനാട് 165, ഇടുക്കി 153, കാസർഗോഡ് 84 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്ക്. 9.23 രോഗസ്ഥിരീകരണ നിരക്ക്. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴയിലെ കാനന സൌന്ദര്യവും സാംസ്കാരിക വൈവിധ്യവും ആസ്വദിക്കാൻ കുടുംബശ്രീ അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ NC ജയചന്ദ്രൻ. പഞ്ചായത്തിലെ ST കുടുംബശ്രീ സംരംഭമായ സഖിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന വിനോദ വിജ്ഞാന യാത്രാ പദ്ധതിയായ കുട്ടമ്പുഴ ജംഗിൾ സഫാരിയാണ് സന്ദർശകരെ കുട്ടമ്പുഴയിലേക്ക് സ്വീകരിക്കുന്നത്. വനത്തിനുള്ളിൽ കൂടി കാൽനടയായി നടന്നു തന്നെ വനസൗന്ദര്യം ആസ്വദിക്കാം. ഓലമഞ്ഞ കുടിലിൽ ഒരുക്കിയ ഭക്ഷണവും ഏറുമാടത്തിന് മുകളിലെ വിശ്രമവും തടാകത്തിലെ വഞ്ചിയുഴയിലും യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. ട്രക്കിങ്ങിനും നീന്തലിനും മീൻപിടിക്കലിനും സന്ദർശകർക്ക് പങ്കുചേരാം. പ്രധാന വിനോദ കേന്ദ്രങ്ങളായ മുനിയറ, വനദുർഗാ ക്ഷേത്രം, ആനക്കയം, ആനത്താര എന്നിവിടങ്ങളിലും സന്ദർശിക്കാം. 6 പേരടങ്ങുന്ന സംഘത്തിന് 5000 രൂപയാണ് സഫാരി പാക്കേജ്. കോവിഡ് നിയന്ത്രണങ്ങളിലെ ഇളവുകളെ തുടർന്ന് സംസ്ഥാനത്തെ മിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കാണപ്പെടുന്ന ഉണർവിന്റെ അന്തരീക്ഷം പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ തേക്കടിയിലും ദൃശ്യമാണിപ്പോൾ. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്കായി കൂടുതൽ സഞ്ചാരികൾ തേക്കടിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ഈ മാസം 28 വരെ മിക്ക ഹോട്ടലുകളിലും റിസോർട്ടുകളിലും നല്ല ബുക്കിംഗ് ഉണ്ട്. മുൻകാലങ്ങളിൽ ട്രാവൽ ഏജൻസികൾ വഴി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള സഞ്ചാരികൾ കൂടുതലായി ബുക്ക് ചെയ്തിരുന്നു. വാരാന്ത്യം ചെലവഴിക്കാനാണ് കൂടുതൽ ആളുകളും ഇപ്പോൾ തേക്കടിയിൽ എത്തുന്നത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ തിരക്ക് അനുഭവപ്പെടുന്നത്. ചക്കുവള്ളം പഞ്ചായത്തിലെ അരുവിക്കുടിയിലേക്കുള്ള പാർക്കും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നുണ്ട്. ഇത്തവണ ക്രിസ്മസ് നവവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കൂടുതൽ സഞ്ചാരികൾ തേക്കടിയിലേക്ക് എത്തും. BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ സമാപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, സംഘടനാ കാര്യങ്ങൾ തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ കമ്മിറ്റി ചർച്ച ചെയ്തു. സംസ്ഥാനത്തെ BJPയുടെ പ്രധാന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകർക്ക് കൈമാറും. 18,000 കോടി രൂപ 9 കോടിയിലധികം കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 1500 രൂപയാക്കി ഉയർത്തുമെന്നും ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഭാ വിഷയങ്ങളിൽ കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭാ പ്രതിനിധികൾക്ക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിക്കുമെന്ന് മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. കേരളത്തിൽ ഇന്ന് 5177 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4801 പേർക്ക് രോഗമുക്തി. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണയിൽ നാളെ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.